ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരുന്ന ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞ ദിവസം തുടക്കമായിട്ടുണ്ട്. പാകിസ്ഥാനിൽ വെച്ചാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. എങ്കിൽ പോലും രാഷ്ട്രീയ പ്രശ്നങ്ങളാൽ പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി ഇന്ത്യയുടെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂട്ടുള്ള ദുബായിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. സോ ചാമ്പ്യൻസ് ട്രോഫി 2025 സീസണിൽ ഇന്ത്യ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിന് ഇന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30 തുടങ്ങുന്ന പോരാട്ടത്തിൽ ദുബായിൽ ബംഗ്ലാ കടുവകളാണ് ഇന്ത്യയുടെ എതിരാളികൾ. ബംഗ്ലാദേശിനൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഇത്തവണ ഉൾപ്പെട്ടുള്ളത്. നമുക്ക് 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കുന്നത്. സോ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതോടൊപ്പം ന്യൂസിലാൻഡ് ടീമുകളാണ് മത്സരിക്കുന്നത്. സോ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും ന്യൂസിലാൻഡും ആയിരുന്നു സീസൺ ഓപ്പണിംഗ് മാച്ച് കളിച്ച്. രണ്ടാം മത്സരത്തിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ, അതായത് ചാമ്പ്യൻസ് ട്രോഫി 2025 ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. സോ ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് തുടങ്ങാൻ സാധിച്ചാൽ ഹിറ്റ്മാൻ സംഘത്തിനെ സംബന്ധിച്ച് അത് ഒരുപാട് മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായിരിക്കും. കാരണം ബംഗ്ലാദേശിനെ താരതമ്യേന ഗ്രൂപ്പ് എയിൽ ദുർബലരായ ടീമാണ് ബംഗ്ലാദേശ്. സോ ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് തുടങ്ങാൻ സാധിക്കുകയാണെങ്കിൽ നോക്കൗട്ട് സ്റ്റേജുകളിലേക്ക് ഉള്ള പ്രതീക്ഷകൾ ഇന്ത്യക്ക് സജീവമായി തന്നെ നിലനിർത്താൻ സാധിക്കും. അതിനാൽ തന്നെ കരുത്തുറ്റ ഒരു നിരയുമായിട്ട് തന്നെയായിരിക്കും ടീം ഇന്ത്യ ഇന്നത്തെ പോരാട്ടത്തിനെ സമീപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാധ്യത, പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും, ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, പിച്ച് റിപ്പോർട്ട് എങ്ങനെയാണ്, സോ ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ ഇത്തവണ ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം, ഏകദിന സീരീസിന് മുൻപ് വരെ യശസ്വി ജയ്സ്വാളിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ ഏകദിന സീരീസിന് ശേഷം ജയ്സ്വാളിനെ പുറത്തിരുത്തിക്കൊണ്ട് ജയ്സ്വാളിന് പകരം ഒരു എക്സ്ട്രാ സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തിയെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബുംറ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ പരിക്ക് മൂലം കളിക്കുന്നില്ല. സോ ബുംറയ്ക്ക് പകരം യുവതാരം ഹർഷദ് റാണയും ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള, അതായത് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ പോരാട്ടം കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ സാധ്യത 11 എങ്ങനെയായിരിക്കും? ഓപ്പണിംഗിൽ പതിവുപോലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വരും. 1 ഡൗണായി വിരാട് കോഹ്ലിയും 4ാം നമ്പറിൽ പതിവുപോലെ, അതായത് കഴിഞ്ഞ ഏകദിന സീരീസിലെ ആ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് അതേപോലെ ടീം ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത. രോഹിത് ശർമ്മ, ശുഭൻ ഗിൽ ഓപ്പണിംഗ് സഖ്യം, 1 ഡൗണായി വിരാട് കോഹ്ലി, 4ാം നമ്പറിൽ ശ്രേയസ് അയ്യർ എത്തുമ്പോൾ 5ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി KL രാഹുൽ സ്കോഡിൽ ഇടം പിടിക്കും. അങ്ങനെയാണെങ്കിൽ ഋഷഭ് പന്ത് പുറത്തിരിക്കും. അതോടൊപ്പം തന്നെ 3 ഓൾറൗണ്ടേഴ്സിനെയും ഇന്ത്യ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയും അതോടൊപ്പം തന്നെ 2 സ്പിൻ ഓൾറൗണ്ടേഴ്സായി അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ടീമിൽ ഇടം പിടിക്കും. ഇതിനു പുറമെ 2 പേസ് ബോളേഴ്സായിട്ട് മുഹമ്മദ് ഷമിയും ഹർഷദ് റാണയും ടീമിൽ ഇടം പിടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ സ്പിന്നറായിട്ട് വരുൺ ചക്രവർത്തി ഇന്ത്യയുടെ ടീമിൽ ഇടം പിടിച്ചേക്കും. നമുക്കറിയാം, ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ പേസ് ബൗളിംഗ് നയിക്കാൻ പോകുന്നത് മുഹമ്മദ് ഷമിയാണ്. സോ ഷമിക്കൊപ്പം യുവതാരം ഹർഷദ് റാണ പേസ് ബൗളിങ്ങിൻ്റെ ചുമതല ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ട്രാ സ്പിന്നറായിട്ട് വരുൺ ചക്രവർത്തിയും സ്കോഡിൽ ഇന്ത്യ പ്ലേയിങ് 11 ആഡ് ചെയ്തേക്കും. അങ്ങനെയാണെങ്കിൽ ഇടങ്കയൻ പേസർ അർഷ്ദീപ് സിംഗിന് ടീമിൽ സ്ഥാനമുണ്ടായിരിക്കില്ല. നമുക്കറിയാം, ദുബായിലെ പിച്ചുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ മത്സരം നടക്കാൻ പോകും ദുബായിൽ ഒരു ഫ്രഷ് പിച്ചിലാണ്. സോ അതിനാൽ തന്നെ അതുപോലെ തന്നെ സ്പിന്നർമാർക്ക് ആധിപത്യം ലഭിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. തുടക്കത്തിൽ, അതായത് ആദ്യത്തെ ഒരു പവർ പ്ലേയിലടക്കം പേസർമാരെ നല്ല രീതിയിൽ തന്നെ പിച്ച് അകമഴിഞ്ഞ് തുണയ്ക്കും. എന്നാൽ അതിനുശേഷം പോകെ മത്സരത്തിൻ്റെ ആ ഒരു നിയന്ത്രണം സ്പിന്നർമാർ ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. അതിനാൽ തന്നെ ഇന്ത്യയുടെ ആ ഒരു സ്കോഡ് അനുസരിച്ച് ഒരു എക്സ്ട്രാ സ്പിന്നറെ കൂടി ഇന്ത്യ കളിപ്പിച്ചേക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയ്ക്കും ഒപ്പം വരുൺ ചക്രവർത്തിയും ഇന്ത്യയുടെ ആ ഒരു സ്പിൻ ബൗളിങ്ങിന് നേതൃത്വം നൽകും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.